പത്താൻകോട്ട് ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്തം യുണൈറ്റഡ് ജിഹാദി കൗൺസിൽ ഏറ്റെടുത്തു. ഹൈവേ സ്ക്വാഡ് എന്ന ചാവേർ സംഘമാണ് ആക്രമണം നടത്തിയത്. കശ്മീരിലെയും പാകിസ്ഥാനിലെ 13 ഭീകര സംഘടനകളുടെ കൂട്ടമാണ് യുണൈറ്റഡ് ജിഹാദി കൗൺസിൽ. അതേസമയം പത്താൻകോട്ടിലെ വ്യോമതാവളത്തിൽ ഒളിച്ചിരുന്ന 2 ഭീകരരെയും സൈന്യം വകവരുത്തിയതായാണ് സൂചനാ. വിവരങ്ങളുമായി സന്തോഷ് ചേരുകയാണ്. സന്തോഷ്, ജിഹാദി കൗൺസിൽ ഉത്തരവാദിത്വം ഏറ്റെടുത്തതിന് തൊട്ടു പിന്നാലെ കേന്ദ്രം അവരുടെ അവകാശവാദം തള്ളിയിരിക്കുകയാണ്. എന്ത് നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത് തള്ളിയത്? മറ്റു വിവരങ്ങൾ? അഞ്ചു വൈകുന്നേരത്തോടു കൂടിയാണ് കാശ്മീരിലെ ഒരു മാധ്യമ സ്ഥാപനത്തിൽ വിളിച്ച് യുണൈറ്റഡ് ജിഹാദി കൗൺസിൽ പത്താൻകോട്ട് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തത്. കാശ്മീരിലെയും പാകിസ്ഥാനിലെയും 13 തീവ്രവാദി സംഘടനകളുടെ കൂട്ടായ്മയാണ് ഈ യുണൈറ്റഡ് ജിഹാദി കൗൺസിൽ. തങ്ങൾ വളരെ നേരത്തെ ആസൂത്രണം ചെയ്തതാണ് പത്താൻകോട്ടിൽ സംഭവിച്ചത് എന്നാണ് യുണൈറ്റഡ് ജിഹാദി കൗൺസിലിന്റെ പ്രതിനിധി എന്ന് അവകാശപ്പെട്ടയാൾ മാധ്യമ സ്ഥാപനത്തിനോട് പറഞ്ഞത്. എന്നാൽ ഈ അവകാശവാദം കേന്ദ്ര സർക്കാർ തള്ളിക്കളഞ്ഞു. യുണൈറ്റഡ് ജിഹാദി കൗൺസിൽ അല്ല, ഇതിന് പിന്നിൽ പാകിസ്ഥാൻ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള തീവ്രവാദി സംഘടനകളുടെ ശക്തമായ കരങ്ങളുണ്ട്. ഇത് സംബന്ധിച്ച തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ യുണൈറ്റഡ് ജിഹാദി കൗൺസിലിന്റെ അവകാശവാദം തള്ളിക്കളഞ്ഞത്. അതേസമയം പത്താൻകോട്ടിലാകട്ടെ ഇപ്പോഴും സൈന്യവും തീവ്രവാദികളും തമ്മിലുള്ള ഏറ്റുമുട്ടൽ തുടരുന്നുവെന്ന് NSG മേജർ ജനറൽ ദുഷ്യന്ത് സിംഗ് അല്പം മുമ്പ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഒളിച്ചിരുന്ന 2 തീവ്രവാദികളിൽ ഒരാളെ കൊലപ്പെടുത്തി മറ്റൊരാൾക്ക് വേണ്ടി തെരച്ചിൽ നടത്തുകയാണ്. ഈ പ്രദേശം വളരെ വലിയ സ്ഥലമായതിനാൽ തിരച്ചിൽ പൂർത്തിയാക്കാൻ വളരെ സമയമെടുക്കുമെന്നും NSG മേജർ ജനറൽ പറഞ്ഞു. എന്നാൽ അനൌദ്യോഗികമായി ലഭിക്കുന്ന വിവരപ്രകാരം 2 തീവ്രവാദികളെയും സൈന്യം വധിച്ചു കഴിഞ്ഞു. ഇതിൽ ഒരു തീവ്രവാദിയുടെ ശരീരം ചിന്നിച്ചിതറിയ നിലയിലാണ്. 6ാമത്തെ തീവ്രവാദിയുടെ ശരീരം കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതിന്റെ തിരച്ചിൽ നടക്കുന്നു എന്നാണ് അനൌദ്യോഗികമായി ലഭിക്കുന്ന വിവരം. സന്തോഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ 6 പേരെയും വകവരുത്തിയതായുള്ള സൂചനകൾ ലഭിക്കുന്നു. സൈനിക നടപടി അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നു. ഇത് സംബന്ധിച്ച ഔദ്യോഗിക വിവരം ഉടൻ ഉണ്ടാകുമോ? അഞ്ജു, അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ദിവസവും ഈ 4 തീവ്രവാദികളെ കൊലപ്പെടുത്തി എന്ന വിവരം ആദ്യം അനൌദ്യോഗികമായാണ് ലഭിച്ചത്. പിന്നീടാണ് ഔദ്യോഗികമായി ഇക്കാര്യം കേന്ദ്ര സർക്കാർ സ്ഥിരീകരിച്ചത്. ഇന്ന് ഇപ്പോൾ ഈ 2 തീവ്രവാദികളെ കൊന്ന കാര്യത്തിലും സമാനമായ രീതിയിൽ തന്നെ സംഭവിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അനൌദ്യോഗികമായി ലഭിക്കുന്ന വിവരപ്രകാരം ഇവർ 2 പേരെയും കൊന്നിട്ടുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം നൽകാൻ അല്പസമയം കേന്ദ്ര സർക്കാരിന് എടുക്കും. കാരണം അവിടെ ഒരു സംയുക്ത ഓപ്പറേഷനാണ് സൈന്യം നടത്തുന്നത്. NSGയും വ്യോമസേനയും വിവിധ സൈനിക കമാൻഡോകൾ ഓപ്പറേഷൻ പങ്കെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൂടാതെ ആ പ്രദേശം നേരത്തെ NSG മേജർ ജനറൽ ചൂണ്ടിക്കാണിച്ചുള്ള വളരെ വലുതാണ്. ആ പ്രദേശം മുഴുവൻ പരിശോധന പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും ഏറ്റുമുട്ടൽ പൂർത്തിയാക്കിയ കാര്യം ഔദ്യോഗികമായി സർക്കാർ അറിയിക്കുക. പത്താൻകോട്ട് ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്തം യുണൈറ്റഡ് ജിഹാദി കൗൺസിൽ ഏറ്റെടുത്തെങ്കിലും അത് കേന്ദ്ര സർക്കാർ തള്ളിയിരിക്കുകയാണ്. വിവരങ്ങളാണ് സന്തോഷ് നൽകിയത്. ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിൽ വീരമൃത്യു വരിച്ച മലയാളി സൈനികൻ നിരഞ്ജന്റെ മൃതദേഹം ബംഗളൂരുവിലെ വീട്ടിൽ നിന്ന് ജന്മനാടായ പാലക്കാട്ട് എത്തിച്ചു. അല്പസമയത്തിനകം തന്നെ വീട്ടിലെത്തിക്കും. വിവരങ്ങളുമായി ലതീഷ് ചേരുകയാണ് പാലക്കാട് നിന്നും. ലതീഷ്, ഇപ്പോൾ വീട്ടിലേക്ക് എത്തിച്ചേരാറായിട്ടുണ്ടോ? മറ്റു വിവരങ്ങൾ? അഞ്ജു, നിരഞ്ജന്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര അല്പസമയത്തിനകം തന്നെ വീട്ടിലേക്ക് എത്തും. ഈ ദേശീയപാതയിൽ നിന്നും, അതായത് മണ്ണാർക്കാട് പാലക്കാട് ദേശീയപാതയിൽ നിന്നും ഈ വീട്ടിലേക്ക് വഴിയിലുള്ള ഈ പാതയിലേക്ക് വാഹനം കടന്നിട്ടുണ്ട്. എന്നാൽ റോഡ് അത്ര നല്ല റോഡല്ലാത്തതിനാൽ തന്നെ കുറച്ച് സമയം എടുത്തു മാത്രമായിരിക്കും ഇവിടേക്ക് വരാൻ വേണ്ടി മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസിന് ഇവിടെ എത്താൻ വേണ്ടി കഴിയുക. ഏകദേശം എത്തിക്കഴിഞ്ഞു എന്നുള്ള വിവരം തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. പാലക്കാട് ജില്ലാ കളക്ടർ P മേരിക്കുട്ടിയുടെ നേതൃത്വത്തിൽ സ്ഥല MLA M ഹംസ അടക്കമുള്ള ആളുകളാണ് മൃതദേഹം ഗവൺമെൻറ് വിക്ടോറിയ കോളേജിലെ ഹെലിപ്പാഡിൽ ഇറങ്ങിയ മൃതദേഹം ഏറ്റുവാങ്ങിയത്. അവർ മൃതദേഹത്തെ അനുഗമിക്കുന്നുണ്ട്. ഒപ്പം NSG മേജർ തുഷാർ മേനോന്റെ നേതൃത്വത്തിലുള്ള സൈനിക ഉദ്യോഗസ്ഥരും മൃതദേഹത്തെ ബംഗളൂരുവിൽ നിന്നും അനുഗമിക്കുന്നുണ്ട്. ഒപ്പം കോയമ്പത്തൂരിൽ നിന്നുള്ള ഒരു സൈനിക സംഘവും മൃതദേഹം ഏറ്റുവാങ്ങുന്നതിനായി പാലക്കാട് വിക്ടോറിയ കോളേജ് ഗ്രൗണ്ടിൽ എത്തിയിരുന്നു. അവരും മൃതദേഹത്തെ അനുഗമിക്കുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ ഞാനിപ്പോൾ നിൽക്കുന്നത് നിരഞ്ജന്റെ ഇളയച്ഛൻ്റെ വീട്ടിലാണ്. ഇവിടെയാണ് നിരഞ്ജന്റെ അച്ഛൻ്റെ അമ്മ ഉൾപ്പെടെയുള്ള ആളുകളുള്ളത്. മറ്റു കുടുംബാംഗങ്ങളും ഇവിടെയുണ്ട്. എല്ലാവരും തന്നെ മൃതദേഹം അവസാനം
നോക്കു കാണാനുമായി കാത്തു നിൽക്കുകയാണ്. ഇന്നലെ വൈകിട്ട് മുതൽ ആരംഭിച്ചതാണ് ഈ വീട്ടിലേക്കുള്ള ആളുകളുടെ ഒരു പ്രവാഹം. അത് ഇന്ന് രാവിലെ മുതൽ തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത്. നിരഞ്ജന് ഈ നാടുമായി വലിയ ആത്മബന്ധമൊന്നും ഇല്ല എന്ന് നമുക്ക് പ്രത്യേകം എടുത്തു പറയേണ്ടത് തന്നെയുണ്ട്. കാരണം നിരഞ്ജൻ ജനിച്ചതും വളർന്നതും പഠിച്ചതുമെല്ലാം ബംഗളൂരുവാണ്. എന്നാലും നിരഞ്ജനെ അവസാനമായി ഒരു നോക്ക് കാണാൻ, നിരഞ്ജൻ്റെ മൃതദേഹം അവസാനമായി ഒരു നോക്ക് കാണാൻ, രാജ്യത്തിന് വേണ്ടി വീരമൃത്യു വരിച്ച ജവാന്റെ മൃതദേഹം അവസാനമായി ഒരു നോക്ക് കാണാനുള്ള വലിയ തോതിലുള്ളൊരു ജനപ്രവാഹം തന്നെയാണ് ഈ വീട്ടിലേക്ക് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് മുതൽ ഇവിടെ എത്തിയത് മുതൽ നാളെ രാവിലെ വരെ മൃതദേഹം വീട്ടിലെത്തിച്ചു എന്ന് വേണോ കരുതാൻ? വാഹനങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. അതിനുള്ള സൂചനകളാണോ? മൃതദേഹം കൊണ്ടുവന്ന് കഴിഞ്ഞോ? വാഹനങ്ങൾ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വാഹനം ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുക തന്നെയാണ്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ വഴിയിലൂടെയാണ് വാഹനം ഇങ്ങോട്ട് വരുന്നത്. മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് ഇവിടെ എത്തിക്കഴിഞ്ഞു. അല്പസമയത്തിനകം തന്നെ വീട്ടിനുള്ളിലേക്ക് മൃതദേഹം മാറ്റും. അതിനാവശ്യമായ ക്രമീകരണങ്ങളാണ് ഇവിടെ നടക്കുന്നത്. വലിയ തോതിലുള്ള ആദരം ജനങ്ങളുടെ ഭാഗത്തു നിന്ന് മുദ്രാവാക്യം വിളികൾ ഉൾപ്പെടെ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടുള്ള മുദ്രാവാക്യ പ്രകടനം വരെ ഇവിടെ നടക്കുന്നുണ്ട്. എന്തായാലും മൃതദേഹം ആംബുലൻസിൽ നിന്നും ഇറക്കാൻ ആവശ്യമായ നടപടികളാണ് ഇവിടെ പുരോഗമിക്കുന്നത്. ഭീകരവുമായുള്ള ഏറ്റുമുട്ടലിൽ വീരമൃത്യു വരിച്ച മലയാളി സൈനികൻ നിരഞ്ജന്റെ മൃതദേഹം പാലക്കാട്ടെ വീട്ടിലെത്തിച്ചിരിക്കുകയാണ്. മൃതദേഹം വീട്ടിനകത്തേക്ക് കൊണ്ടുപോകാനുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ലതീഷ്, മൃതദേഹം വീട്ടിലെത്തിച്ചിരിക്കുന്നു. ആരൊക്കെയാണ് മൃതദേഹം ഏറ്റുവാങ്ങുന്നത്? മറ്റു വിവരങ്ങൾ? പാലക്കാട് ജില്ലാ കളക്ടർ പി മേരിക്കുട്ടിയുടെ നേതൃത്വത്തിലുള്ള സംഘം, അതേപോലെ തന്നെ MLA M ഹംസ, മറ്റേ MLA മാരായ KV വിജയദാസ്, അതേപോലെ തന്നെ VT ബൽറാം, ഓം ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം അദ്ദേഹം വീട്ടിൽ എത്തിച്ചു കഴിഞ്ഞു. കുടുംബാംഗങ്ങളും അതേപോലെ തന്നെ സൈനിക ഉദ്യോഗസ്ഥരാണ് മൃതദേഹം വിലാപയാത്രയായി പാലക്കാട് നിന്ന് വീട്ടിലേക്ക് എത്തിച്ചത്. മേജർ തുഷാർ മേനോന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ്, NSG മേജർ തുഷാർ മേനോന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് മൃതദേഹം വഹിച്ചുകൊണ്ട് വീട്ടിലേക്ക് എത്തിയത്. ഒപ്പം കോയമ്പത്തൂരിൽ നിന്നുള്ള ആർമി വിഭാഗത്തിൻ്റെ ഒരു സംഘവും പാലക്കാട്ട് മൃതദേഹം ഏറ്റുവാങ്ങുന്നതിനായി എത്തിയിരുന്നു. വീട്ടിലിപ്പോൾ പൊതുദർശനം അല്പസമയത്തിനകം തന്നെ വീട്ടിൽ ആരംഭിക്കും. കുടുംബാംഗങ്ങൾക്ക് മൃതദേഹം കാണാനുള്ള അവസരമായിരിക്കും ആദ്യം ഉണ്ടാവുക. ഒപ്പം നിരവധി നാട്ടുകാരും നിരഞ്ജനെ അവസാനമായി ഒരു നോക്ക് കാണാൻ വീട്ടിലെത്തിയിട്ടുണ്ട്. തുടർന്ന് കുടുംബാംഗങ്ങളുടെ മൃതദേഹം കണ്ട ശേഷം കുടുംബാംഗങ്ങൾക്ക് ശേഷമായിരിക്കും നാട്ടുകാർക്ക് മൃതദേഹം കാണാനുള്ള അവസരം ഉണ്ടാവുക. ഇത് ഇന്ന് ഇപ്പോൾ വീട്ടിൽ ആരംഭിക്കുന്ന പൊതുദർശനം നാളെ രാവിലെ 7 മണി വരെ ഇവിടെ തുടരും. 7 മണിക്ക് ശേഷമായിരിക്കും എളമ്പുലാശ്ശേരി KUP സ്കൂളിലേക്ക് മൃതദേഹം മാറ്റുക. അതുവരെ കുടുംബാംഗങ്ങൾക്കും അതേപോലെ തന്നെ നാട്ടുകാർക്കും മറ്റു ആളുകൾക്കുമെല്ലാം തന്നെ വീട്ടിലെത്തുന്ന മുഴുവൻ ആളുകൾക്കും മൃതദേഹം കാണാനുള്ള ഒരു ക്രമീകരണം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. വലിയ പോലീസ് സന്നാഹം തന്നെ ആളുകളെ നിയന്ത്രിക്കുന്നതിനായി ഇവിടെ എത്തിയിട്ടുണ്ട്. ഒപ്പം സൈനിക ഉദ്യോഗസ്ഥരും അതേപോലെ തന്നെ ജനപ്രതിനിധികൾ, പാലക്കാട് ജില്ലയിൽ നിന്നുള്ള ജനപ്രതിനിധികൾ, ജില്ലാ കളക്ടർ, സബ് കളക്ടർ തുടങ്ങിയ റവന്യൂ ഉദ്യോഗസ്ഥരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ വീട്ടിലുള്ള പൊതുദർശനം ആരംഭിക്കും. കുടുംബാംഗങ്ങൾക്കും അതിനുശേഷമായിരിക്കും നാട്ടുകാർക്ക് മൃതദേഹം കാണാനുള്ള അവസരം ഉണ്ടാവുക. അഞ്ജു. ലതീഷ്, രാജ്യത്തിനു വേണ്ടി വീരമൃത്യു വരിച്ച നിരഞ്ജന്റെ മൃതദേഹം ഒരു നോക്ക് കാണാൻ നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നിരവധി ആളുകൾ തന്നെയാണോ എത്തിയിരിക്കുന്നത്? ജനപ്രതിനിധികൾ ആരൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട്? ഇനി ആരൊക്കെ എത്തും? മറ്റു വിവരങ്ങൾ കൂടി. അഞ്ജു, മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അടക്കമുള്ള ജനപ്രതിനിധികൾ നിരഞ്ജന് അന്തിമോപചാരം അർപ്പിക്കാനായി വീട്ടിലേക്ക് എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി 10 മണിയോടുകൂടിയായിരിക്കും കാസർഗോഡ് നിന്നും വീട്ടിൽ എത്തുക. ഇപ്പോൾ MLA മാർ, ജില്ലയിൽ നിന്നുള്ള ജനപ്രതിനിധികളാണ് ഇവിടെയുള്ളത്. സ്ഥലം MLA M ഹംസ, അതേപോലെ തന്നെ VT ബൽറാം, KV വിജയദാസ് അടക്കമുള്ള MLA മാരാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ജില്ലാ കളക്ടറും
മൃതദേഹത്തോടൊപ്പം തന്നെ പാലക്കാട് നിന്ന് അനുഗമിച്ചുകൊണ്ട് വീട്ടിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. നാളെ നടക്കുന്ന സംസ്കാര ചടങ്ങുകളിലും മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുക്കും. എന്നാൽ ഏതൊക്കെ മന്ത്രിമാരായിരിക്കും പങ്കെടുക്കുക എന്നത് സംബന്ധിച്ചൊരു കൃത്യത വന്നിട്ടില്ല. അല്പസമയത്തിനകം തന്നെ ജില്ലാ ഭരണകൂടം ഇത് സംബന്ധിച്ചൊരു അറിയിപ്പ് തരുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും ആളുകൾ ഇവിടെ രാവിലെ മുതൽ കാത്തു നിൽക്കുന്ന നിരവധി ആളുകൾ ഇവിടെയുണ്ട്. അവർക്ക് കാണാൻ ആവശ്യമായ ഒരു ക്രമീകരണം പോലീസുകാർ ചേർന്ന് ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിൽ വീരമൃത്യു വരിച്ച മലയാളി സൈനികൻ നിരഞ്ജന്റെ മൃതദേഹം പാലക്കാട്ടെ വീട്ടിൽ എത്തിച്ചു. നിരഞ്ജന്റെ അനുജന്റെ വീട്ടിലാണ് മൃതദേഹം ഇപ്പോൾ പൊതുദർശനത്തിന് വയ്ക്കുന്നത്. ആദ്യം ബന്ധുക്കളും തുടർന്ന് മറ്റ് ജനങ്ങളെയും നാട്ടുകാരെയും ഒക്കെ ആദരാഞ്ജലി അർപ്പിക്കാൻ അവസരം നൽകും. നാളെ 7 മണി മുതൽ എളമ്പുളശ്ശേരി UP സ്കൂളിൽ നിരഞ്ജന്റെ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കും. തുടർന്ന് 11 മണിയോടുകൂടിയായിരിക്കും സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുക. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അടക്കമുള്ള ജനപ്രതിനിധികൾ ഇന്ന് തന്നെ അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കാൻ വീട്ടിൽ എത്തുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. പത്താൻകോട്ട് ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച നിരഞ്ജന്റെ മൃതദേഹം പാലക്കാട്ടെ വീട്ടിലെത്തിച്ചു. പൊതുദർശനം അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. ആദ്യം കുടുംബാംഗങ്ങളെ ആയിരിക്കും കാണിക്കുക. പത്താൻകോട്ട് ഭീകരാക്രമണത്തിൽ കഴിഞ്ഞ ദിവസം നിരഞ്ജൻ ഉൾപ്പെടെ 7 സൈനികരാണ് കൊല്ലപ്പെട്ടത്. ഭീകരരുടെ ദേഹത്തു നിന്ന് സ്ഫോടക വസ്തുക്കൾ നീക്കം ചെയ്യുന്നതിനിടെയായിരുന്നു അപകടം. രാവിലെ ബംഗളൂരുവിലെ വീട്ടിലെത്തിച്ച് അവിടെ പൊതുദർശനത്തിന് ശേഷം ഹെലികോപ്റ്റർ മാർഗം അല്പം മുമ്പാണ് പാലക്കാട്ട് എത്തിച്ചത്. തുടർന്ന് വിലാപയാത്രയായി എളമ്പുളശ്ശേരിയിലെ വീട്ടിലേക്ക് എത്തിക്കുകയായിരുന്നു. നിരഞ്ജന്റെ അച്ഛന്റെ അനുജന്റെ വീട്ടിലാണ് ഇപ്പോൾ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചിരിക്കുന്നത്. പത്തനംതിട്ടയിൽ ഫെബ്രുവരി 2, 3, 4 തീയതികളിൽ നടക്കുന്ന കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ 10ാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള സ്വാഗത സംഘം രൂപീകരിച്ചു. സ്വാഗത സംഘം രൂപീകരണ സമ്മേളനം ആറന്മുള MLA ശിവദാസൻ നായർ ഉദ്ഘാടനം ചെയ്തു. റവന്യൂ മന്ത്രി അടൂർ പ്രകാശ്, രാജ്യസഭാ ഉപാധ്യക്ഷൻ PJ കുര്യൻ എന്നിവർ മുഖ്യ രക്ഷാധികാരികളായും ആന്റണി MP ചെയർമാനായും ജില്ലയിലെ MLA-മാർ, മുനിസിപ്പൽ ചെയർമാൻമാർ, പഞ്ചായത്ത് പ്രസിഡന്റുമാർ എന്നിവർ രക്ഷാധികാരികളുമായി വിവിധ കമ്മിറ്റികളും രൂപീകരിച്ചു.